ഹോർമൂസ് കടലിടുക്കിലെ നേരത്തെ നമുക്കറിയാലോ ഇറാൻ IRGC സ്ഥാപിച്ച മൈനുകൾ അതൊക്കെ നീക്കം ചെയ്തതായിട്ട് US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇപ്പോൾ അദ്ദേഹം പശ്ചിമേഷ്യയിലുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത്. അതുപോലെ ഈ വാണിജ്യ കപ്പലുകൾക്കായിട്ട് ഒരു സേഫ് കോറിഡോർ അമേരിക്കൻ സൈന്യം ഒരുക്കിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഈ കപ്പലുകൾക്ക് സുരക്ഷ നൽകുവാൻ ഫൈറ്റർ ജെറ്റ്സ്, ഹെലികോപ്റ്ററുകൾ, അങ്ങനെ ഒരു വൻ മിലിറ്ററി ബിൽഡപ്പ്, ഒരു ഡിഫൻസീവ് അംബർല പോലെ അമേരിക്ക അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെച്ചെത്തിയ ഒരു 6 ഇറാനിയൻ ബോട്ടുകൾ ഇന്നലെ അത് അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാൻ കണ്ടിന്യൂസ് ആയിട്ട് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെ തൊടുത്തായിരുന്നു. അതും ഇവരുടെ ഡിഫൻസീവ് സിസ്റ്റം തടഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. പ്രോജക്ട് ഫ്രീഡം എന്നാണ് ഈ മിഷന് അമേരിക്കൻ സൈന്യം പേരിട്ടിരിക്കുന്നത്. ഈ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ മിഷനിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. നിലവിൽ 2 അമേരിക്കൻ കപ്പലുകൾ ഇന്നലെ ഈ പാതയിലൂടെ സുരക്ഷിതമായിട്ട് ഈ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഈ തിരിച്ച് അപ്പുറത്ത് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇറാനെ ഇത് വലിയ തോതിൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഇറാൻ തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയായിരുന്നു. UAE ഹുജൈറ എണ്ണ തുറമുഖത്തിന് സമീപമൊക്കെ വ്യവസായ മേഖലയിലൊക്കെ ഇതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായി. ഈ മിസൈൽ ആക്രമണങ്ങളിൽ ചില വാണിജ്യ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഹാഷ്മി, അമൃത. മുത്തചേട്ടാ, അതുപോലെ തന്നെ ഈ വൈറ്റ് ഹൌസിന് സമീപം സുരക്ഷാ ഉദ്യോഗസ്ഥരും ആയുധധാരികളും തമ്മിൽ വെടിവെപ്പുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? അതെ, അതും അതീവ സുരക്ഷാ മേഖലയിലാണ്. ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഇത്തരം ഒരു സംഭവം നടക്കുന്നത്. വൈറ്റ് ഹൗസിന്റെ ഒക്കെ വളരെ അടുത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ഒരു ആയുധധാരിയായിട്ടുള്ള ഒരാളും സീക്രട്ട് സർവീസ് ഏജന്റുമാരും തമ്മിൽ വെടിവെപ്പുണ്ടായത്. അതുമാത്രമല്ല, അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഈ ആക്രമിയുടെ വെടിയേറ്റതായിട്ടും പോലീസ് പിന്നീട് പറയുകയുണ്ടായി. ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ ഒരാളെ കണ്ടപ്പോൾ അയാളെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ അയാളായിരുന്നു ആദ്യം വെടിയുതിർത്തത്. തിരിച്ച് സീക്രട്ട് സർവീസ് ഏജന്റുമാർ അയക്കുന്നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഈ ആക്രമിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് പുതിയ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഈ കുട്ടിയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. ഇത് ഈ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വാഹനവ്യൂഹം വാഷിംഗ്ടൺ മോണുമെന്റിന്റെ സമീപത്തൂടെ കടന്നുപോയി അല്പനിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇത് സംബന്ധിച്ചുള്ള സീക്രട്ട് ഏജന്റുകളുടെയും അതുപോലെ മറ്റ് FBI പോലുള്ള ഏജൻസികളുടെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൗസിന് പെടുന്നതിനെ ഒരു ലോക്ക്ഡൌൺ രീതിയിൽ അങ്ങോട്ടുള്ള പ്രവേശനവും എല്ലാം അവര് ലോക്ക് ചെയ്തിരിക്കുകയാണ്.